ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഴക്കാലത്ത് 3 അവസ്ഥകൾ പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതിലൊന്ന് മഴക്കാലമാണ് എന്ന് പറഞ്ഞാലും മഴയില്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. പേര് മഴക്കാലമായിരിക്കാം, പക്ഷേ വേണ്ടത്ര മഴ കിട്ടാത്ത ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു സാഹചര്യമാണ്. രണ്ടാമത്തേത് അതിശക്തമായ മഴയാണ്. ഇടിയും മിന്നലും കാറ്റും കോളും ഒക്കെയായി പ്രളയസമാനമായ രീതിയിലുള്ള മഴയുണ്ടാവുക എന്നതാണ്. ഇത് നമുക്ക് കേരളം അനുഭവിച്ചു കഴിഞ്ഞതാണ്. മൂന്നാമത്തെ ഒരു സാഹചര്യം ഒരു സ്ഥിരതയുള്ള, അതിൽ നിന്ന് പെയ്യുന്ന മഴ, വലിയ കാറ്റും കോളും ഇടിമിന്നലും ഒന്നുമില്ലാതെ വളരെ ശാന്തമായി കൂടുതൽ സമയം നമുക്ക് യാതൊരു അലവസരവുമില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. ആ മഴയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടാറുള്ളത്. ഒട്ടും മഴയില്ലാതിരിക്കുന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒന്നിച്ച് കോരിച്ചെരിഞ്ഞ് മഴ പെയ്ത് അത് പുഴയിലൊക്കെ വെള്ളം വന്ന് കരകവിഞ്ഞൊഴുകി വലിയ പ്രയാസമുണ്ടായി. പിന്നീട് മഴയങ്ങ് പിൻവാങ്ങുകയും അതിന്റെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് പുഴയിൽ വെള്ളം വന്നതുപോലെ. അതൊരു പ്രയോഗമാണ്. പുഴയിൽ വെള്ളം വന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഒഴുകി പോകുമെന്നതാണ്. ഈ 2 സാഹചര്യവും മഴക്കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇടിയും മിന്നലും മറ്റു പ്രകൃതിക്ഷോഭങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായി ഒരു മിതമായ നിരക്ക് നിന്ന് പെയ്യുന്ന മഴയാണ് ഭൂമിയെ തണുപ്പിക്കുക, കിണറുകളിൽ വെള്ളമുണ്ടാവുക, നമുക്ക് ജനോപകാരപ്രദമായ രീതിയിൽ അത് ഉപകാരപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ നിന്ന് പെയ്യുന്ന ഈ ഒരു സാഹചര്യം, ഈ മഴക്ക് അറബിയിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത് ദീമത്ത് എന്നാണ്. ദീമത്ത് എന്ന പ്രയോഗം അതിന് ഉപയോഗിക്കാറുണ്ട്. ഇതേ പദം തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ മഴ നിന്ന് പെയ്ത് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സ്ഥിരതയോടുകൂടി നിന്ന് പെയ്യുന്നതിന് ആ പദം ഉപയോഗിക്കും. അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. താബീകളിൽപ്പെട്ട അൽഖമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. കാല അവിടുന്ന് ചോദിച്ചു, സഅൽതു ഉമ്മൽ മുഅ്മിനീന ആയിഷ, മുഅ്മിനീങ്ങളുടെ മാതാവായ ആയിഷ ബീവിയെ, ഖുൽതു യാ ഉമ്മൽ മുഅ്മിനീൻ, ഏ ഉമ്മുൽ മുഅ്മിനീൻ, കൈഫ കാന അമലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകൾ, പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു? ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി മറുപടി പറഞ്ഞു, കാന അമലുഹു ദീമത്തൻ. അവിടെയാണ് ആ വാക്ക്. കാന അമലുഹു ദീമത്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകൾ ദീമത്തായിരുന്നു, അതായത് സ്ഥിരതയുള്ളതായിരുന്നു എന്നർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ പുഴയിൽ വെള്ളം വരുന്നത് പോലെ ഒന്നിച്ച് എന്തൊക്കെയോ ചെയ്തു കൂട്ടി പിന്നെ അതങ്ങ് അവസാനിപ്പിച്ചു പോകുന്ന അവസ്ഥയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ റമദാനിന്റെ ഒരു പരിസമാപ്തിയിലാണ് നമ്മളുള്ളത്. അത് കഴിഞ്ഞ് ഏകദേശം 2-3 ദിവസമായിട്ട്. ഈ ഒരു സന്ദർഭത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ 3 അവസ്ഥകളിലുമുള്ള ആളുകളുണ്ടാവും. ഒന്ന്, റമദാൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പെരുന്നാളോടുകൂടി തന്നെ അതുവരെ ചെയ്തിരുന്ന കാര്യമൊക്കെ അവസാനിപ്പിച്ച ആളുകളുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നോ പണ്ട് ചെയ്തിരുന്ന തെറ്റുകൾ അതൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ തുടങ്ങിയ നന്മകളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള അപൂർവം ആളുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ചില ആളുകളും ഈ റമദാൻ മാസത്തിൽ കുറെ ക്ലാസ് കേട്ട്, ഖുതുബ കേട്ട്, കുറെ അല്ലാഹുവിനോട് പശ്ചാത്താപം നടത്തി മാനസികമായി നന്നായി ജീവിക്കണമെന്ന് തീരുമാനിച്ച് അങ്ങനെ കുറെ അമലുകൾ ഇനി പുതിയതായിട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരുപാട് സുന്നത്തുകളും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അങ്ങനെ ഇപ്പൊ അത് തുടങ്ങി വെച്ച ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങൾ തീരുമാനിച്ച ആളുകൾ ഒരു പക്ഷേ കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുഴയിൽ വെള്ളം വന്നതുപോലെ അതങ്ങനെ ഒഴുകിയെന്ന് പോകും. പിന്നെ അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെയാണ് അവരും തിരിച്ചു പോകുന്നത്. എന്നാൽ ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ കാന അമലുഹു ദീമത്തൻ, സ്ഥിരതയുള്ള അമലുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആയിഷ ബീവി മറ്റൊരിക്കൽ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലുകൾ ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോ കാല അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അദ്വമുഹു വഇൻ ഖല്ല, സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം. അത് വളരെ കുറച്ചാണ്, അതായത് കുറച്ചാണെങ്കിലും അത് സ്ഥിരതയോടുകൂടി ചെയ്യുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിന്ന് നല്ലൊരു തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. നമ്മൾ ഈ റമദാനും കണ്ട് കഴിഞ്ഞ് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു സ്ഥിരതയുള്ള അമല് ചെയ്യുന്ന ആളുകളായി മാറണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം. ഒരു ഫറളിനെ പറ്റി ചർച്ചല്ല, ഫറൾ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ആ ഫറളിനോടൊപ്പം നമുക്ക് തുടർത്താവുന്ന സുന്നത്തുകൾ എന്തൊക്കെയാണ്, അത് നമുക്ക് സ്ഥിരമായി നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യം എന്താണ് എന്നൊരു തീരുമാനമെടുത്ത് അത് മരണം വരെ കൊണ്ടുപോവുക എന്നതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിന്റെ തുടക്കമല്ല പ്രധാനം, ഒടുക്കമാണ്. ചില ആളുകൾ സ്വർഗം കൊണ്ട് തുടങ്ങി ജീവിതത്തിന്റെ അവസാനത്തിൽ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി കടന്നുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ജീവിതത്തിന്റെ തുടക്കത്തിൽ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ആരംഭിച്ച് ജീവിതത്തിന്റെ സായം സന്ധ്യയാകുമ്പോൾ അവർ ആ തെറ്റുകളിൽ നിന്നെല്ലാം പശ്ചാത്തലിച്ച് മടങ്ങി അള്ളാഹുവിന്റെ സ്നേഹവും പൊരുത്തവും ഇഷ്ടവും നേടിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ അവസാനം എന്ത് എന്നതാണ് വിഷയം, ആദ്യം എന്ത് എന്നുള്ളതല്ല കാര്യം. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു റമദാൻ മാസത്തിൽ കുറച്ചുങ്ങൾ നന്നായി ഉഷാറായിട്ട് വന്ന് അത് കഴിഞ്ഞാൽ പിന്നെ പഴയ പാട് എന്നുള്ളതല്ല. മരിക്കുന്ന സമയം വരെ ആ അമലുകൾ നിലനിർത്തി പോകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളിൽ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം ഏതാ? ഈ നോമ്പുകളുടെയും മറ്റു അമലുകളുടെയും എല്ലാം പുണ്യം, അതിന്റെ സൽഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വാങ്ങാൻ വേണ്ടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ പരലോകത്ത് വെച്ച് അനുഭവിക്കുന്ന സന്തോഷമാണ് അത്രേ രണ്ടാമത്തെ സന്തോഷം. ആ രണ്ടാമത്തെ സന്തോഷം എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. നോമ്പ് നോറ്റ എല്ലാവർക്കും ഒന്നാമത്തെ സന്തോഷം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഒന്നാമത്തെ സന്തോഷം ലഭിച്ച എല്ലാവർക്കും രണ്ടാമത്തെ സന്തോഷം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതാർക്കേ കിട്ടുള്ളൂ? ഈ റമദാൻ മാസത്തിൽ എങ്ങനെ നമ്മൾ ജീവിച്ചുവോ ആ ജീവിതം മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജീവിതത്തിന്റെ തുടക്കമല്ല പ്രധാനം, ഒടുക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞതെന്താ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് എടുക്കണം. ഏതുവരെ? ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ വരുന്നതുവരെ. എന്താ യഖീൻ എന്ന് പറഞ്ഞാൽ? അൽ മൗത്ത്, മരണമാകുന്നു വിവക്ഷ. മരണം വരുന്നതുവരെ അള്ളാഹുവിന്റെ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ്. എല്ലാ ഖുതുബകളുടെയും ആമുഖത്തിൽ ഓതി വെക്കാറുള്ള ആയത്തെന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏതുപോലെ? ഹഖ്ക തുഖാതിഹി, അതിന്റെ മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ ഒരിക്കലും നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. ചെറിയ വിഷയമല്ല. എന്തിനാ എല്ലാ ഖുതുബകളുടെ ആമുഖത്തിലും ഈ ആയത്തിനെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം? നിർഭാഗ്യവാന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നിർഭാഗ്യവാന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരാരാ? ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഒരുപാട് നന്മ ചെയ്ത് ഏതോ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് ആ നന്മയിൽ നിന്നൊക്കെ യു ടേൺ എടുത്ത് റിവേഴ്സ് എടുത്ത് പിന്നെ മരിക്കുന്ന സമയത്ത് ദൈവനിഷേധിയായി എല്ലാത്തിനെയും വെല്ലുവിളിച്ച് അങ്ങനെ എല്ലാവരുടെയും ശാപകോപങ്ങൾക്ക് മാത്രമായി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിർഭാഗ്യവാന്മാരുണ്ട്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് കേട്ടോ. അവൻ മരിക്കണ സമയത്ത് മുസ്ലിമായി മരിക്കുക എന്നുള്ളിടത്ത് വളരെ പ്രധാനമാണ്. ഈ റമദാനിൽ നമ്മൾ നേടിയ നന്മ മരിക്കുന്നത് വരെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ താബിഈ സിയാദ് ബിൻ ജരീർ റളിയല്ലാഹു പറയുന്നുണ്ട്,
അദ്ദേഹം ഇപ്രകാരം ചോദിക്കാറുണ്ടായിരുന്നു. എന്താ? യഖൂൽ, അദ്ദേഹം ചോദിക്കാറുണ്ട്, തജഹസ്തും, നിങ്ങൾ ഒരുങ്ങിയോ എന്നിടക്ക് ചോദിക്കാറുണ്ട്. ഫസമിഅഹു റജുലു യഖൂൽ മാ യഗ്നി ബിഖൗലിഹി തജഹസ്തും. അപ്പൊ അത് കേട്ട ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഈ ഒരുങ്ങിയോ എന്ന് ചോദിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഫയഖൂലു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, തജഹ്സു ലിലിഖാഇല്ലാഹി തആല, അല്ലാഹനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരുങ്ങിയോ എന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ഇന്റർവ്യൂവിന് ലെറ്റർ വന്ന ഒരു ഉദ്യോഗാർത്ഥി എത്രത്തോളം അതിനു വേണ്ടി സജ്ജമാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ദുനിയാവില് ഒരു 8, 10, 12, 20 വർഷം കിട്ടുന്ന ഒരു ജോലി, ഒരു ശമ്പളം, ആ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂവിന് ഹാജരാകുന്നതിന് മുമ്പ് അയാൾ എത്രമേൽ അതിനു വേണ്ടി കഷ്ടപ്പെടും, ഒരുങ്ങും, റിഹേഴ്സൽ എടുക്കും എന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, അല്ലേ? എന്നാ സുഹൃത്തുക്കളെ, ജീവിതത്തിന് മരണമില്ലാത്തൊരു ലോകമാണ് പരലോകം എന്ന് പറഞ്ഞത്. വല്ലാഹറത്ത് ഫൈറും വാമത്താണ്. അവിടെ മരണമല്ല, എല്ലാം ആഹ്റത്താണ് ഏറ്റവും നീളുള്ളത്. അവിടെ അള്ളാനെ കണ്ടുമുട്ടാൻ വേണ്ടി, പടച്ചോന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ഒരുങ്ങുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ ആ ഒരുക്കം, അതാണ് ഒരുങ്ങിയോ എന്ന് ചോദിക്കുന്നത്. ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാം, അബാ ഖൗമുൻ അൽ മുദാവമത്ത്. ചില ആളുകൾ ഈ സ്ഥിരതയെ വിസമ്മതിച്ചു. സ്ഥിരതയെ വിസമ്മതിച്ചു, അഥവാ സ്ഥിരമായി അമലുകൾ ചെയ്യുന്ന കാര്യത്തെ അവർ വിസമ്മതിച്ചു. വല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാൽ മുഅ്മിൻ, അവർ വിശ്വാസികളല്ല. എന്താ കാരണം? അല്ലദീ യഅമലു ശഹ്റൻ ഔ ശഹ്റൈൻ ഔ ആമൻ ഔ ആമൈൻ. അവർ ചില മാസങ്ങളിലൊക്കെ കുറെ നന്മ ചെയ്യും, ചില വർഷങ്ങളിലൊക്കെ അവർ കുറെ നന്മ ചെയ്യും. അങ്ങനെ തോന്നുമ്പോ കുറെ ഉഷാറായും വരും, പിന്നെ ആ ഭാഗത്തേക്കൊന്നും കാണൂല. അങ്ങനെയുള്ള ആളുകളൊന്നും യഥാർത്ഥ വിശ്വാസികളല്ല. ലാ വല്ലാഹി മാ ജഅലല്ലാഹു ലിഅമലിൽ മുഅ്മിൻ അജലൻ ദൂനൽ മൗത്ത്. യഥാർത്ഥത്തിൽ മരണം വരെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനാണ് വിശ്വാസികളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലാ ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാ പറഞ്ഞു, റഹിമല്ലാഹ്, അല്ലാഹു കരുണ ചെയ്യട്ടെ. ആർക്കാ കരുണ ചെയ്യേണ്ടത്? മൻ ലസിമൽ ഖൗല ത്വയ്യിബ് വൽ അമല സ്വാലിഹ് വൽ മുദാവമ. നല്ല വാക്കുകളിലും സൽപ്രവർത്തികളിലും സ്ഥിരത കൈവരിക്കുന്നവർക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന. നല്ല വാക്കുകള്, നല്ല പ്രവൃത്തികള്, അത് എപ്പോഴെങ്കിലും അല്ല, എല്ലാ സമയത്തും അങ്ങനെ മരിക്കുന്നത് വരെ അതിലൊരു സ്ഥിരതയുള്ള ആളുകൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ചെയ്യുന്ന അമലുകൾ എന്ത് ചെയ്യണം? സ്ഥിരമായി ചെയ്യണം. സ്ഥിരമായി ചെയ്യാൻ കഴിയുന്ന അമലുകൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ നരക രക്ഷക്കും സ്വർഗപ്രവേശനത്തിനും നമ്മൾ നിലനിർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ മുആദ് ബിൻ ജബൽ ഖാല കുൻതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ഫഅസ്ബഹതു യൗമൻ ഖരീബൻ മിൻഹു വനഹ്നു നസീർ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സഞ്ചരിക്കവേ ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിൽനി അൽ ജന്ന വയുബഇദുനി അനിൻ നാർ. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകാഗ്നിയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന അമലുകൾ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അദീം. നീ ചോദിച്ച കാര്യം വലിയ കാര്യമാണ്, വലിയൊരു വിഷയമാണ് നീ ചോദിച്ചത്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി. എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ കാര്യം അല്ലാഹു വളരെ എളുപ്പത്തിലാക്കി കൊടുക്കും, വളരെ വേഗത്തിലാക്കി കൊടുക്കും. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി തഅബ്ദുല്ലാഹ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് നീ ചെയ്യേണ്ടത്, ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ചെയ്താൽ മതി സ്വർഗത്തിൽ പോകാൻ, ഇത് ചെയ്താൽ മതി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്തൊക്കെ? തഅബ്ദുല്ലാഹ വലാ തുശ്രിക് ബി ശൈഅ. ഒന്നാമത് പറഞ്ഞത്, അല്ലാഹുവിൽ നീ പങ്കു ചേർക്കരുത് കേട്ടോ. അള്ളാനെ മാത്രം ഇബാദത്ത് എടുക്കണം. അള്ളാന്റെ പുറമെ വേറെ ഒരാളെയും അള്ളാനോട് ചോദിക്കേണ്ടത് വേറെ ഒരാളോട് ചോദിക്കരുത്. അതാ പോയിന്റ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവും പ്രാപ്തിയുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ തൗഹീദ് എന്ന് പറയുന്നത്. അത് വേറെ മഹാന്മാർക്കും മഹത്തുക്കൾക്കും കബറിൽ കിടക്കുന്നവർക്കും ആൾദൈവങ്ങൾക്കും ഒക്കെ സാധിക്കും. അല്ലെങ്കിൽ അള്ളാഹ് അവർക്ക് അതിനെ കൊടുത്ത കഴിവുണ്ട്. ആ കഴിവ് അള്ളാഹ് ആർക്കും കൊടുത്തിട്ടില്ല. നല്ലോണം ശ്രദ്ധിച്ചോളൂ. അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കഴിവ് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. മുഅ്ജിസത്തുകളും കറാമത്തുകളും പോലും അവരിലൂടെ അള്ളാഹു പ്രകടമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അള്ളാഹു അവർക്ക് വിട്ടുകൊടുത്ത കഴിവല്ലത്. മൂസാ നബി കടലിന്റെ അടുക്കൽ വന്നു നിന്നു. പിന്നിൽ ശത്രുക്കളാണ്, മുന്നിൽ കടലാണ്.
കൂടുതൽ ആളുകൾ പറഞ്ഞു, മൂസ എന്താ നമ്മൾ ചെയ്യാ? എന്താ മൂസാ നബി പറയേണ്ടത്? ആ മുഅ്ജിസത്താകുന്ന കഴിവ് വിട്ടുകൊടുത്തൊരു കഴിവാണെങ്കിൽ, സ്വയം അവർക്ക് ഇഷ്ടമുണ്ടാവുമ്പോൾ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കഴിവാണെങ്കിൽ മൂസാ നബി എന്താ പറയേണ്ടത്? ആരും പേടിക്കണ്ട, എന്റെ കയ്യിൽ വടിയുണ്ട്, ആ വടി കൊണ്ട് ഇപ്പൊ ഞാൻ അവിടെ അടിക്കുമ്പോൾ ആ വെള്ളമൊക്കെ പടരും, നിങ്ങൾ രക്ഷപ്പെടും എന്ന മറുപടിയാണോ പറഞ്ഞത്? അല്ല. മൂസാ നബിയോട് പറഞ്ഞത് എന്താ? ഇന്ന മഅീ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. എന്താണ് മാർഗം എന്നറിയില്ല, അല്ലാഹ് എന്റെ കൂടെയുണ്ട് എന്ന അറിവ് മാത്രം, അതിനുള്ള തവക്കുൽ മാത്രം. അതാ ഉടൻ ഓർഡർ വന്നു, അടിക്കൂ മൂസ. ആ കടലിൽ അടിച്ചു. അത് രണ്ട് ഭാഗമായി പിളർന്നു. അതിലൂടെ മൂസാ നബിയും കൂട്ടരും രക്ഷപ്പെട്ടു. ഫിർഔനും ആളുകളും അതിൽ മുങ്ങി മരണപ്പെടുകയും ചെയ്തു. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുനിന്ന് അള്ളാഹു അവരിലൂടെ നടപ്പാക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരു കാര്യം ഉറപ്പിച്ചോ, കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ട് ആ ന്യായം വെച്ചുകൊണ്ട് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനും ആ ന്യായീകരണം പാടില്ല. നല്ലോണം ശ്രദ്ധിക്കണം. ഈ റമളാൻ മാസത്തിൽ നമ്മൾ സ്വീകരിച്ച അമലുകളൊക്കെ പൊളിഞ്ഞാണ് പോകും. അതുകൊണ്ട് അള്ളാഹ് റസൂലുള്ളാഹി പറഞ്ഞു, തഅ്ബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അതിലൊന്നും പങ്കു ചേർക്കരുത്. ഒന്നാണ്. രണ്ടാമത്തെ വതുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തിക്കോ നീ, എന്നാ നിനക്ക് സ്വർഗം കിട്ടുമെന്നാണ്. സഹോദരങ്ങൾ, ഇതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണ്? ഈ റമളാൻ മാസത്തിൽ എല്ലാവരും നിസ്കാരത്തിൽ ഒരു ചിട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഏതൊരോ അത് നമുക്ക് നമ്മളെ പള്ളികൾ വെച്ച് ചോദിച്ചാൽ തന്നെ അറിയാം. 2-3 സെഫ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5, 8, 9 സെഫ് നമ്മളെ പല ജമാഅത്തുകൾക്കും അതുപോലെ തന്നെ തറാവീഹിനൊക്കെ നമ്മൾ പള്ളികൾ കണ്ടിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ആളുകൾ കുറച്ചുകൂടെ ജമാഅത്ത് നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങാടി നോക്കി അറിയാൻ പറ്റും. റമളാൻ മാസത്തിൽ അങ്ങാടികളില് ഈ നമസ്കാരത്തിന്റെ സമയം നോക്കി കഴിഞ്ഞാൽ മിക്കവാറും മുസ്ലിം കടകളിലും ആ കടകളൊക്കെ ഷട്ടർ ഇട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ആളുണ്ടാവും. എല്ലാവരും നിസ്കരിക്കാൻ പോയി. ഞാൻ ചോദിക്കുന്നത്, ഈ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഈ ജമാഅത്തിനൊരു അളവുണ്ടെന്ന് എവിടുന്ന് കിട്ടിയത് നമുക്ക്? ഇപ്പൊ നമുക്ക് ആ ശീലം നമുക്ക് വന്നിട്ടുണ്ട്. ആ ശീലം നമ്മൾ നിലനിർത്തണം എന്ന് ഞാൻ പറയും. നമ്മൾ ജമാഅത്ത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകും. മാക്സിമം എത്രത്തോളം നമുക്ക് കഴിയുമോ അത്രയും നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, വതുഉതി സക്കാത്ത്, പിന്നെ നീ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സക്കാത്തും റമളാനിൽ കൊടുക്കേണ്ട ഒരു സ്പെഷ്യൽ സംഗതി അല്ല. അതിന് ഓരോന്നിനും ഓരോ കൃഷിക്കുള്ള സക്കാത്ത് കൃഷി വിളവെടുക്കുന്ന സമയത്താണ്. ആ സമയമാകുമ്പോൾ അതിന്റെ കൊടുക്കണം. അങ്ങനെ ഓരോന്നിനും സമയം എത്തുമ്പോൾ സക്കാത്ത് കൊടുക്കണം. വതസൂമു റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കണം. വതഹജ്ജുൽ ബൈത്ത്, അതുപോലെ തന്നെ കഅബയിൽ ചെന്നുകൊണ്ട് നീ ഹജ്ജ് ചെയ്യണം. ഇതൊക്കെയാണ് നീ സ്വർഗത്ത് പോകാനുള്ള കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ്, കുറെ ആളുകൾക്ക് ഹജ്ജിന് കിട്ടി, പണം അടച്ചു, അതിന്റെ ക്ലാസുകൾ കഴിഞ്ഞു, അവർ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അള്ളാഹു അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പല ആളുകളും ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കാത്ത ആളുകൾ. എന്നാൽ അടുത്ത വർഷം എനിക്കും പോകണമെന്നൊരു നിയ്യത്ത് നമുക്ക് വെച്ചൂടെ, ശ്രമിച്ചൂടെ? അതിന് പണം കെട്ടിക്കൂടെ, അതിന് അപേക്ഷ നൽകിക്കൂടെ? അപേക്ഷ നൽകിയാൽ നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു. ചെറിയ കാര്യമല്ലത്. അപേക്ഷ നൽകിയാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. കാരണം എന്താ പറയുക, ഇവിടുന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ ഇതിന് നിയമം പാലിച്ചേ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിലും നമ്മൾ ശ്രമിച്ചു, നമ്മൾ ആ കുറ്റത്തിന് ഒഴിവായി. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നിയ്യത്ത് വെക്കുക, അടുത്ത പ്രാവശ്യം എനിക്കതിന് അപേക്ഷ കൊടുക്കണം എന്നൊരു നിയ്യത്ത് വെക്കുക. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് ഈ 5 എണ്ണം തികച്ചേ പറ്റുള്ളൂ. അത് തികച്ചേ പറ്റുള്ളൂ. അവസാനത്തെ പേരക്കുട്ടിന്റെയും ആ കുട്ടിക്കൊരു കുട്ടുണ്ടാക്കി അതിന്റെ വിവാഹം കൂടി കഴിഞ്ഞിട്ടേ എനിക്ക് എന്റെ ബാധ്യത തീരുള്ളൂ എന്ന ഒരു ശൈത്താനീയത്ത് മനുഷ്യന്മാർക്ക് പലരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നുമില്ല. വളരെ ചുരുങ്ങിയ പൈസയുള്ളൂ. അതുകൊണ്ട് അതുള്ള ആളുകൾക്ക്, ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ അത് ഉണ്ടാക്കി അതൊക്കെ ഒരു ലക്ഷ്യമായി ജീവിതത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. സുമ്മകാല, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, ഖൈറിന്റെ വാതിലുകൾ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? പിന്നെന്താ? പിന്നെ വീണ്ടും ഒരു കാര്യം ആവർത്തിക്കണം. എന്താണത്? അസ്സൗമു ജുന്നാ, നോമ്പെന്ന് പറഞ്ഞാൽ പരിചയാണ് കേട്ടോ. നിന്റെ മുകളിലേക്ക് വരുന്ന ഈ വിശുദ്ധ റമളാനിന് ശേഷം പിശാച് നിന്നിലേക്ക് കൊണ്ടുവരുന്ന ഏതൊക്കെ തിന്മകളുണ്ടോ, ആ തിന്മകളുടെ മൂർച്ചയുള്ള ഏതൊക്കെ അസ്ത്രങ്ങളുണ്ടോ, ആ അസ്ത്രങ്ങളെ മുഴുവൻ നിന്റെ ഈ നോമ്പാകുന്ന പരിച കൊണ്ട് അതിനെ നിഷ്പ്രഭമാക്കി കളയാൻ കഴിയും. ആ പരിച നീ സ്വീകരിച്ചോ, നിനക്ക് ഈ ജീവിതത്തിൽ തഖ്വയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. ചെറിയ കാര്യമല്ല. അപ്പൊ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയൊരു പരിചയമാണ് സുഹൃത്തുക്കൾ, വലിയൊരു പരിചയമാണ്.
അനവധി സുന്നത്ത് നോമ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ സുന്നത്ത് നോമ്പുകൾ ജസ്റ്റ് ഒന്ന് പറയാം, നമ്മൾ അറിവിന് വേണ്ടി. കഴിയുന്നത് നമ്മൾ ഇത് സ്വീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തീരുമാനം എടുക്കുക, ഇതിന് ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. 2 കാര്യങ്ങൾ. കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി കിട്ടുമെന്നാണ് പറയുന്നത്. വർഷം മുഴുവൻ നോമ്പ് നോറ്റ കൂലി. അത് 2 സന്ദർഭമാണ് പറയുന്നത്. ഒന്ന് ഏതാണെന്നറിയോ? ഒന്നിപ്പോ നമ്മള് 30 ദിവസം പിന്നെ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റു. ഈ നോമ്പിനെ തുടർന്നുകൊണ്ട് 6 നോമ്പ് കൂടി നോറ്റാൽ ഒരു കൊല്ലം നോമ്പ് നോറ്റ കൂലിയാണ്. ഹദീസ് നോക്കൂ നിങ്ങൾ. عن أبي أيوب الأنصاري رضي الله عنه رسول الله صلى الله عليه وسلم قال من صام رمضان ثم أتبعه 6 من شوال. ഒരാൾ റമദാനിൽ മുഴുവൻ നോമ്പ് നോൽക്കുകയും സുമ്മ പിന്നെ അത്ബഅഹു അതിനെ തുടർന്ന് 6 നോമ്പുകൾ മിൻ ശവ്വാൽ ശവ്വാലിൽ നിന്നും എടുത്താൽ കാന കസിയാമി ദഹർ, കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവന്റെ കൂലിയാണ്. എങ്ങനെയാണ് വരുന്നത്? ഒരു നോമ്പിന് 10 കൂലിയാണ്. ഒരു നോമ്പ് നോറ്റാൽ 10 കൂലിയാണ്. ആ 30 നോമ്പ് നോറ്റാൽ എത്രയായി നമുക്ക് കൂട്ടാൻ പറ്റും അല്ലേ? ഏകദേശം ഒരു 300 കൂലിയായി. 300 ദിവസം നോമ്പ് നോറ്റ കൂലിയായി. ഇനി 6 10 വെച്ച് കൂട്ടി കിട്ടി 60 അത് 360 ഒരു വർഷമായി. ഒരു വർഷത്തെ നോമ്പിന്റെ കൂലിയാണ് കിട്ടുകയാണ്. അതാണ് ആ പറഞ്ഞത്. ഇതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം ഏതാണെന്നറിയോ? സൗമു സലാസത്തി അയ്യാമിൻ സൗമു ദഹർ കുല്ലി. മാസത്തിൽ 3 നോമ്പ് നിങ്ങൾ നോറ്റാൽ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവരെ പോലെയാണ്. അതേതാ? അതാണ് അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ന് പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നു, അൻ നസൂമുൽ ബീദ 13 و14 و15. എല്ലാ മാസത്തിന്റെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുമാറുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ പണ്ഡിതന്മാര് പറയുന്നത്, ഒരു നോമ്പിന് 10 കൂലി വെച്ച് നോക്കിയാൽ ഒരു മാസത്തിൽ 3 നോമ്പ് നോറ്റാൽ ഒരു മാസം നോമ്പ് നോറ്റ പോലെയായി. 10 വീതം കൂട്ടിയ ഒരു മാസം 30 ദിവസം നോമ്പ് നോറ്റ പോലെയായി. അങ്ങനെ എല്ലാ മാസവും 3 നോമ്പ് നോറ്റാലോ എല്ലാ മാസവും നോമ്പ് നോറ്റ പോലെയല്ല, ഒരു വർഷം നോമ്പ് നോറ്റ പോലെയായി. ഒരു വർഷത്തെ കൂലി നമുക്ക് കിട്ടും. ഇത് മാത്രം നെയ്യത്ത് വെച്ച് കണ്ട് ഒരാൾ ശ്രമിച്ചാൽ എത്ര ഹൈറുണ്ട് നോക്കുക നിങ്ങൾ. ഈ പണ്ഡിതന്മാർ ഇത് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത് 13, 14, 15 പ്രത്യേകം അയ്യാമുൽ ബീദിന്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് നോറ്റ് കഴിഞ്ഞാൽ പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. ഇനി ഒരാൾ അങ്ങനെ നെയ്യത്ത് വെച്ച് പോയിട്ട് ഒരാൾക്ക് 13, 14 കഴിഞ്ഞു, 15 കഴിഞ്ഞാൽ നെയ്യത്ത് 15 കഴിഞ്ഞില്ല, പല കാരണങ്ങളാണ് കഴിഞ്ഞത്. എന്നാലും ആ മാസത്തിൽ മറ്റൊരു ദിവസം നോമ്പ് നോറ്റെടുത്താൽ അയാൾക്ക് ആ 3 നോമ്പ് കിട്ടുന്നതാണ്. ഇനി ഈ 3 നോമ്പ് അല്ലാതെ തന്നെ ആ മാസത്തിൽ ഏതെങ്കിലും ഒരു 3 ദിവസം നോമ്പ് നോറ്റാലും അയാൾക്ക് 3 നോമ്പിന്റെ കൂലി കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുക, മാസത്തിൽ ഒരു 3 നോമ്പ്. പിന്നെ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, തുററുൽ അഅമാലു അന്നാസി ഫീ കുല്ലി ജുമുഅത്തിൻ മർറതൈനി യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും 2 ദിവസങ്ങളിൽ നമ്മുടെ അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ കാണിക്കപ്പെടുന്ന ദിവസങ്ങളാണ് എന്നാണ്. അതൊന്ന് തിങ്കളാഴ്ചയാണ്, മറ്റൊന്ന് വ്യാഴാഴ്ചയാണ്. ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകം സുന്നത്ത് നോമ്പുകൾ അതുകൊണ്ടാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ എല്ലാ തിങ്കളും വ്യാഴവും, എല്ലാ 13, 14, 15 ഇത് നമ്മൾ സ്ഥിരമായി എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ 6 നോമ്പ്, ചൊവ്വാലിലെ 6 നോമ്പ്, ചൊവ്വാലിൽ 6 നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് റമദാനില് നോമ്പ് മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കണം ചൊവ്വാലിലേക്ക് കടക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ആ കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കൊക്കെ ചില നോമ്പുകൾ റമദാനിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം അവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അവരുടെ റമദാനിന്റെ നോമ്പ് പൂർത്തീകരിക്കുക. അപ്പൊ 4 നോമ്പോ 5 നോമ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് ആദ്യം ചൊവ്വാലിൽ പൂർത്തീകരിക്കുക. അപ്പൊ അതെന്ത് ചെയ്തു? റമദാനിൽ ചെയ്ത് നിർബന്ധ നോമ്പുകൾ പൂർത്തിയായി. അതിനുശേഷം 6 നോമ്പ് സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യും. ഇതാണ് അതിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അതിൽ ഏറ്റവും അഫ്ളലായത് ഏതാണെന്ന് ചോദിച്ചാൽ, റമദാൻ കഴിഞ്ഞു ഉടനെ തന്നെ അതിന് പെരുന്നാളിന്റെ പിറ്റേ ദിവസം, പെരുന്നാളിന് നോമ്പ് വിൽക്കാൻ പാടില്ല, ഹറാമാണ്. പിറ്റേ ദിവസം മുതൽ തന്നെ 6 നോമ്പ് തുടർച്ചയായി ചെയ്യുന്നതാണ് ഏറ്റവും അഫ്ളലായ കാര്യം. ഇനി ഒരാൾക്ക് അതിന് കഴിഞ്ഞില്ല എങ്കിൽ ചൊവ്വാൽ തീരുന്നതിന് മുമ്പ് 6 നോമ്പ് നോറ്റാൽ മതി. അത് തന്നെ തുടർച്ചയായി നോൽക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അതായത് ആദ്യത്തെ 6 ദിവസങ്ങൾ കഴിഞ്ഞില്ല എങ്കിൽ തൊട്ടടുത്ത 6 ദിവസം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത 6 ദിവസം അത് തുടർച്ചയായി എങ്ങനെയായാലും ചൊവ്വാൽ മാസത്തിലായാൽ മതി എന്നതാണ് പണ്ഡിതന്മാർ ആ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്.
പിന്നെ ചില ആളുകൾ ചോദിക്കാറുള്ള ചോദ്യം, നഷ്ടപ്പെട്ട നോമ്പ് നോൽക്കുന്ന സമയത്ത് ഈ 6 നോമ്പിന്റെ നിയ്യത്ത് കൂടി വെച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അത് പണ്ഡിതന്മാർ പറയുന്നത് നിർബന്ധ നോമ്പാണ് നമ്മൾ നോറ്റ് വീട്ടുന്നത്. അത് നോറ്റ് വീട്ടി വേറെ തന്നെ ഇത് ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ ആ കാര്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി പരമാവധി ആ സുന്നത്തുമ്പിൽ നിന്ന് തുടങ്ങി പിന്നെ മാസത്തിൽ 3 നോമ്പുകൾ നോക്കി. അങ്ങനെ നമ്മൾ പിന്നെ സുന്നത്ത് നോമ്പ് അറഫ നോമ്പുണ്ട്, അതേപോലെ തന്നെ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പുണ്ട്. പിന്നെ ശഅബാൻ മാസത്തിൽ കൂടുതൽ ദിവസങ്ങൾ നോമ്പ് നോറ്റിയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാൻ പറ്റും. ഇനി കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നിടവിട്ട് നോമ്പ് നോൽക്കാം. ഒന്നിടവിട്ട് എന്ത് ചെയ്യാം? നോമ്പ് നോൽക്കാം. എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ പാടില്ല, ഒന്നിടവിട്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സുന്നത്ത് നോമ്പ് ശരിക്കും എടുക്കാൻ വിചാരിക്കുന്ന ഒരാൾക്ക് വർഷത്തിൽ പകുതി ദിവസം നോമ്പായി. അങ്ങനെ നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു തിന്മ ചെയ്യാൻ കഴിയില്ല. അയാളെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കും. നമുക്ക് ശഹുവത്തുകൾ, നമുക്ക് ഇച്ഛകൾ, നമ്മുടെ ശരീരം നമ്മളെ വേണ്ടാത്തത് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അമിതമായി ഭക്ഷണം ചെല്ലുമ്പോഴാണ്. ആ സമയത്താണ് മനുഷ്യൻ എല്ലാ വൈകാരികതയും അനുഭവപ്പെടുക. പക്ഷെ ഒരു നോമ്പ് നോൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിനും ഗുണമായിരിക്കും, അവന്റെ മനസ്സിനും ഗുണമായിരിക്കും, നല്ല ഒരു അന്തരീക്ഷം അവനെപ്പോഴും നിലനിൽക്കും. അപ്പോ ജുന്നത്താണ്, പരിചയമാണ് നോമ്പ് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ റസൂലുള്ള പറഞ്ഞത് വസ്സദഖത്തു, നിങ്ങൾ സദഖ കൊടുക്കണം. തുത്ഫിഉൽ ഖതീഅതു കമാ യുത്ഫിഉൽ മാഉ വന്നാർ, അത് പാപങ്ങൾ മായ്ച്ചു കളയും. ഏതുപോലെ തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ ആ തീയിനെ വെള്ളം കെടുത്തുന്നത് പോലെ നിങ്ങളുടെ തിന്മകളെ നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കുകൾ ഇല്ലാതെയാക്കി കളയും എന്നാണ്. പിന്നെ പറഞ്ഞത് വസലാത്തുർ റജുലി ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. അപ്പൊ നമ്മൾ തറാവീഹ് നിസ്കരിച്ചു. ആ നമസ്കാരത്തിന്റെ വേറൊരു രൂപമാണെന്ത്? ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്, തഹജ്ജുദ് എന്ന് പറയുന്നത്. ആ രീതിയിൽ ആ നമസ്കാരം, രാത്രി നമസ്കാരം തുടർന്നു കൊണ്ടുപോകുക. സുമ്മ തലാ, പിന്നെ റസൂലുള്ള ഒരു ആയത്തോതി. ഏതാണ് ആയത്ത്? തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശ്വാസികളെ കുറിച്ച് പറയാണ് അവരുടെ പ്രത്യേകത എന്താ? തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ, രാത്രിയുടെ അന്ത്യയാമങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വിരിപ്പിൽ നിന്നും അവരുടെ തടിയതാ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു. എങ്ങനെ? യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഭയം കൊണ്ട്, ആശങ്ക കൊണ്ട്, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടതാ അവരുടെ തടി ഇങ്ങനെ വിരിപ്പിൽ നിന്ന് പൊങ്ങുന്നു. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്യും. ഇത് വിശ്വാസികളുടെ സ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ നിയ്യത്ത് സുബഹിക്ക് ശേഷം വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഫർളിന്റെ നോമ്പ് സുബഹിന്റെ മുമ്പ് വെക്കണം, നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നോമ്പ് ഒരാളിപ്പോ തിങ്കളാഴ്ച അയാൾക്കത് ഓർമ്മയൊന്നുമില്ല, അങ്ങനെ ഒരു 8 മണി 9 മണിയായി, ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോഴാണ് കൊണ്ട് തിങ്കളാഴ്ചയാണ് ഓർമ്മ വരുന്നത്. അപ്പം മുതൽ നോമ്പ് വെച്ചാൽ മതിയും, അപ്പം വെച്ചാൽ മതി നിയ്യത്ത്. അതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അതായത് പകൽ സമയത്തും എന്ത് ചെയ്യാം? നിയ്യത്ത് വെക്കാം എന്നതാണ്. പിന്നെ നോമ്പെടുത്തു, ഇനി നമുക്ക് പ്രയാസമാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ മുറിക്കാം, അതിന് പ്രശ്നമില്ല, അത് രണ്ടാമത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാ തസൂമുൽ മർഅതു വസൗജുഹാ ഹാദിറുൻ ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ ഭർത്താവിന്റെ അനുമതിയോടുകൂടിയായിരിക്കണം സ്ത്രീകൾ സുന്നത്ത് നോമ്പുകൾ എടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അത് സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ റമദാൻ കഴിഞ്ഞ ശേഷം പുഴയിൽ വെള്ളം വന്ന പോലെ കുറെ ചെയ്ത് പിന്നീട് വരണ്ടു പോണ മാതിരിയല്ല, മറിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കർമ്മങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്ത് ഐച്ഛികമായ കാര്യങ്ങളിൽ നിന്ന് പരമാവധി കാര്യങ്ങൾ ചെയ്ത് അത് മരണം വരെ കൊണ്ടുപോയി അങ്ങനെ മുഖദിസ്യങ്ങളായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി നമുക്ക് മരിക്കാൻ കഴിയണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുവാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്തിൽ ചെയ്യുന്നത്. വിശുദ്ധ റമദാനിൽ നേടിയ കാര്യങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് സാധ്യമാകാതെ ഇരിക്കാനുള്ളൊരു
ചില ആളുകൾക്കൊരു തടസ്സമുണ്ട്. 2 കാര്യങ്ങളാണ് അതിന് തടസ്സം. ഒന്ന് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പല രീതിയിലുള്ള പ്രഷറുകൾ. മറ്റൊന്ന് നമ്മുടെ മഴയിസത്ത്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ പണം സമ്പാദിക്കുന്ന വിഷയം. അതിനു വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇബാദത്തുകളൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, പലതും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതൊക്കെ മിതമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് രണ്ടും ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയും. പക്ഷെ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ, അതായത് ജീവിതം തന്നെ പണം ഉണ്ടാക്കാനാണ് എന്ന രീതിയിലേക്ക് വന്ന് ആർത്തിക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് കാര്യമല്ല. അങ്ങനത്തെ ആളുകൾക്ക് പണം കിട്ടിയിട്ട് അതുകൊണ്ട് അധികം ഉപകാരം ഉണ്ടാവില്ല. അവനാൽ ഇബാദത്തുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. ഊണും ഉറക്കവും നിസ്കാരം ഒഴിവാക്കിയാണ് ഞാൻ മക്കളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ദീനടക്കം ഒഴിവാക്കിയിട്ടുള്ള പരിപാടി ഒരിക്കലും തന്നെ ശരിയല്ല. കാരണം എന്താണെന്നറിയോ, ഇത് 3 കൂട്ടുകാരാണ്. ഒരു മനുഷ്യന്റെ കൂടെ 3 കൂട്ടുകാരുണ്ടെന്നാണ്. ആ 3 കൂട്ടുകാരിൽ 2 ആള് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കൂടെ ഉണ്ടാവില്ല. 2 ആള് മടങ്ങിപ്പോകും. ഒരാളെ നമ്മളെ സഹായിക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു നോക്കിങ്ങൾ, യത്ബഉൽ മയ്യിത്തു സലാസ, ഒരു മയ്യത്തിന്റെ കൂടെ 3 എണ്ണം അനുഗമിക്കും. ഫയർജിഉ സിനാനി, അത് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 എണ്ണം മടങ്ങിപ്പോകും. വയബ്ഖാ മഅഹു വാഹിദ്, അതിലൊന്നു മാത്രം ബാക്കിയാകും. ഏതാ മടങ്ങുക? യത്ബഉ അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബം അവിടെ നിന്ന് മടങ്ങിപ്പോകും. എത്ര നമ്മൾ 10ഉം 28ഉം വർഷം മണലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ മക്കളെ പോറ്റി, ആ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പേടിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മക്കളാണ്. പക്ഷെ ആ മക്കൾ, എന്റെ വാപ്പയാണ് ഖബറിലേക്ക് പോകുന്നത്, ഞാനും കൂടി ഇറങ്ങിക്കിടക്കാന്ന് വിചാരിക്കില്ല, അതിന് നടക്കൂല. ആ മക്കൾ കുടുംബമൊക്കെ എന്ത് ചെയ്യും? അവിടുന്ന് തിരിഞ്ഞു നടക്കും. വമാലുഹു, അവന്റെ പണവും കൊണ്ട് അവൻ തിരിഞ്ഞു പോകും. ഒരിക്കലും കഫം പുടവക്ക് പോക്കറ്റില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. കഫം പുടവ മാത്രമേ കൊണ്ടുപോകുള്ളൂ. എത്ര സമ്പാദ്യം ഉണ്ടാക്കിയ ആളും ആ 3 കഷ്ണം തുണിയെ കൊണ്ടുപോകും. ബാക്കിയൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകണം. അത് 2ഉം മടങ്ങിപ്പോകും. വഅമലുഹു, എന്നാൽ അമലാകട്ടെ, വയർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു, അവന്റെ അമലുകൾ എന്ത് ചെയ്യും? അവന്റെ കൂടെ പോവുകയും ചെയ്യും. അവൻ ചെയ്ത പ്രവൃത്തി, ഈ റമദാൻ മാസത്തിൽ പ്രവർത്തിച്ച അമലുകൾ, ഈ സുന്നത്ത് നോമ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ സദഖകൾ, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ നമ്മളെ കൂടെ വരും. ഇപ്പൊ നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലെന്താ? ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുകയാണെന്നാണ്. എല്ലാത്തൊരു പിരിവ് എന്നാണല്ലോ ആൾക്കാരെ മനസ്സിൽ. അല്ലേ? ഈ പിരിക്കാൻ വരുന്നവരോടാ ദേഷ്യം. യഥാർത്ഥത്തിൽ നമ്മക്ക് നാളെ ഖബർക്ക് കൊണ്ടുപോകാനുള്ള മുതലാണ് ഈ ഉണ്ടാക്കി തരുന്നത്. ആ ഓർമ്മ മനുഷ്യർക്ക് പലർക്കും ഇല്ല, നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കൊടുത്തിന്റെ കൂലില്ലാതെയാണ് പല ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. അതായത് ഇടങ്ങാറായിട്ടാണല്ലോ അത് കൊടുക്കുന്നത്, ഇഷ്ടപ്രകാരമല്ലല്ലോ കൊടുക്കുന്നത്. ഒരു കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ ആളെ പിന്നാലെ 8 പ്രാവശ്യം ചോദിച്ചാലേ ആ പൈസ പിന്നെ കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അയാൾ ഇയാൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇയാളെ ശല്യം സഹിക്കവയ്യാതെ എന്നാ കിടക്കട്ടെ എന്നവർക്ക് കൊടുക്കുകയാണ്. എന്തിനാണ് ആ കൊടുക്കുന്നത്? ഞാൻ തരില്ല എന്ന് പറയുകയാണ് അതിലേറെ നല്ലത്. നമ്മൾ കൊടുത്തതേ സുഹൃത്തുക്കളെ നാളെ പരലോകത്തുണ്ടാവും. നമ്മളെ കൂടെ ഇറങ്ങിക്കിടക്കത് മാത്രമേ ഉള്ളൂ. ബാക്കി എടുത്തു വെച്ചതൊക്കെ മക്കളാണ് കൊണ്ടുപോകും. ആ മക്കള് നല്ല മക്കളാണെങ്കിൽ നല്ല വഴിക്ക് ചെലവാക്കും. അല്ലെങ്കിലോ നമ്മുടെ ശരീരം മണ്ണിനോട് ദ്രവിക്കുന്നതിന് മുമ്പ് നമ്മൾ കഠിനാധ്വാനം ചെയ്തത് മുഴുവൻ അവർ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടാകും. ആർക്കും ഉപകാരപ്പെടും. അവിടെ മരിക്കണിന് മുമ്പ് അവനാൻ കൊണ്ടോണ്ട കാര്യം ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് ഈ റമദാൻ മാസം ഒരവസാനാകരുത്. മരിക്കുന്നത് വരെ ഇതിന്റെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി.